ടുഡേയ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യമായി തന്നെ നിഫ്റ്റി പരിശോധിക്കാം. ഇന്നലെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയിരുന്ന പ്ലാനിനനുസരിച്ച് ഇന്ന് എന്ത് മൂവ്മെന്റ് ആണ് തന്നിട്ടുള്ളത്, എന്താണ് നമുക്ക് ട്രേഡിംഗ് അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കാം. ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് റെസിസ്റ്റൻസ് സോൺ ഈ ലെവൽ ആയിരുന്നു 22,180 എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഏരിയയിൽ നിന്നും സെല്ലിംഗ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഹൈ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം എന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ഓപ്പൺ ആയത് ഈ ലെവലിലാണ്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ നിഫ്റ്റി അപ്വേർഡ് മൂവ് ചെയ്ത് ഈ ലെവലിൽ എത്തി. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് അതിന്റെ മുകളിൽ നമ്മൾ ഒരു റെസിസ്റ്റന്റ് സോൺ വരച്ചു. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്തപ്പോൾ ഇവിടെ ബ്ലാക്ക് ലൈൻ രേഖപ്പെടുത്തി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു, വാച്ച് ദിസ് ലെവൽ എന്ന്. അപ്പോൾ ഈ ലെവലിൽ താഴെ ക്ലോസ് ആയാൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്വേർഡ് മൂവ്മെന്റിൽ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നിലനിർത്തിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ട്രെൻഡ് ഡൗൺവേർഡ് ആണ് എന്ന് കരുതാം എന്നായിരുന്നു പ്ലാൻ. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും കിട്ടിയ ഒരു അപ്വേർഡ് മൂവ്മെന്റിൽ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നിലനിർത്തിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തപ്പോൾ കൃത്യമായും അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ് ടാർഗറ്റായി ലഭിക്കേണ്ടത്. എന്നാൽ ഇവിടെയെല്ലാം സപ്പോർട്ട് ആകാവുന്ന ലൈനുകൾ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ ലെവലിൽ ടാർഗറ്റുകൾ ലഭിക്കാം എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് പ്യുവർലി ഒരു കൺസോളിഡേഷൻ മൂവ്മെന്റ് ആണ് എല്ലാ ഇൻഡെക്സുകളും നൽകിയത് എന്ന് വേണം പറയാൻ. ഓരോ ഇൻഡെക്സിനും അവരുടെ ഒരു മൂവ്മെന്റിന്റെ റേഞ്ചിനനുസരിച്ചുള്ള ഒരു മൂവ്മെന്റ് ലഭിച്ചിരുന്നില്ല. ഇന്ന് നിഫ്റ്റി ഏതാണ്ട് ഒരു 130 പോയിന്റിന്റെ മൂവ്മെന്റ് തന്നിരുന്നു എങ്കിലും ഒരു 75 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് നമുക്ക് ട്രേഡബിൾ ആയി ലഭിച്ചിട്ടുണ്ടാവുകയുള്ളൂ. ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ ഇവിടെ നിന്നും അപ്വേർഡ് പോവുകയാണ് ചെയ്തിരുന്നത്. കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നവർക്ക് മാത്രം ഇവിടെ ഒരു കോൾ, അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആയിരിക്കാം. അപ്പോൾ അവർ കൃത്യമായ ആ ഏരിയയിൽ നിന്നും ടാർഗറ്റ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് മാത്രമായിരുന്നു അവരുടെ ടാർഗറ്റ് ലെവൽ. ആ ടാർഗറ്റ് ലെവൽ തന്നെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു സെല്ലിംഗ് ഏരിയ ആണ്, ഇത് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ വാട്സപ്പ് ചാനലിൽ കൃത്യമായും ഇത് എങ്ങനെയാണ് ട്രേഡബിൾ ആകേണ്ടത്, എങ്ങനെയായിരിക്കാം ഒരു ട്രേഡ് ഉരുത്തിരിഞ്ഞു വരിക എന്ന് ബോധ്യപ്പെടത്തക്ക രീതിയിൽ ഞാൻ ഇതിനെ മാറ്റി മാറ്റി കൃത്യമായും ഡയറക്ഷൻ കൊടുക്കുകയും ഈ ഏരിയയിൽ നിന്നും ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുമ്പോൾ ഇത് ഈ ഏരിയ ഒരു ബൈങ് ഏരിയ ആയി കണക്കാക്കിക്കൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു ലെവൽ പോസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിരുന്നു. എന്നാൽ ഇത് ഹിറ്റായപ്പോൾ, ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായപ്പോൾ വീണ്ടും കിട്ടിയ ഒരു അപ്പ് മൂവിൽ ഇതേ ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നിർത്തിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ താഴോട്ട് വീണ്ടും ഡയറക്ഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിലായിരുന്നു ട്രേഡ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, ഞാൻ ആ ട്രേഡുകൾ ചെയ്തിരുന്നതാണ്. എങ്കിലും അത് അത്രയൊരു വ്യക്തമായ പൊസിഷൻസ് അല്ലാത്തതിനാൽ, ഒരു ട്രെൻഡ് ഇല്ലാത്തതിനാൽ ആർക്കും ഷെയർ ചെയ്ത് അത് ട്രേഡ് എടുപ്പിക്കാൻ കഴിയുന്നതല്ല. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇന്ന് എങ്ങനെയാണ് ട്രേഡ് ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാ ഇൻഡെക്സുകളിലും ഇതേ പാറ്റേണിൽ തന്നെയാണ് മൂവ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലിന് താഴെയായിരുന്നു ഓപ്പൺ ആയത്, അവിടെ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ ഒരു അപ്പ് മൂവിൽ, വീണ്ടും കിട്ടിയ അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സമയം കൂടുതൽ നീണ്ടുപോകാതിരിക്കാൻ നിഫ്റ്റിയുടെ മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. തുടർന്ന് മറ്റുള്ള ഇൻഡെക്സുകളുടെ, നിഫ്റ്റിയുടെ അടക്കം മറ്റുള്ള ഇൻഡെക്സുകളുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ്, ലെവലുകൾ മാത്രമാണ് വിശദീകരിക്കുക. ഓക്കെ, നാളത്തേക്ക് വേണ്ടി നിഫ്റ്റിയിലെ പ്രധാന റെസിസ്റ്റൻസ് സോൺ, അതായത് ആദ്യത്തെ റെസിസ്റ്റൻസ് സോണായി ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്ന ലെവലിൽ ഞാൻ കണക്കാക്കുന്നത് 22,067 എന്ന ലെവലാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് സോണായി ഇന്നത്തെ ലോ 21,946 എന്ന ലെവലുമാണ്. ഇപ്പോൾ ഇവിടെ നിഫ്റ്റി ഇന്ന് ക്ലോസ് ആയിരിക്കുകയാണ്. ഈ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയായിരുന്നെങ്കിൽ എങ്ങനെ എന്നുള്ളത് കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ സാധാരണയായി എൻ്റെ എല്ലാ ട്രേഡിംഗ് പ്ലാനുകളും പ്രസന്റ് ചെയ്യാറ്. അത് നിങ്ങൾക്ക് ഇതിനു മുമ്പും ഈ ചാനലിൽ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണ് എങ്കിൽ നാളെ
ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ, പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ വാങ്ങി അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അത് ഈ ഏരിയയിലാണ് ഓപ്പൺ ആയാലും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെന്ന് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ വാങ്ങി അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. എന്നാൽ പ്രധാനമായും ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലിന് മുകളിൽ, അതായത് ഇന്നത്തെ ഹൈക്ക് മുകളിൽ തന്നെ ഒരു ക്ലോസിംഗ് ലഭിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡൗൺ മൂവ്മെന്റിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും ഒരു കോൾ ഓപ്ഷൻ വാങ്ങി ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് ആദ്യത്തെ ടാർഗറ്റായി പ്രതീക്ഷിക്കുക. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ ട്രെൻഡ് അപ്വേർഡ് ആണ് എന്ന് കണക്കാക്കി വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനുകളിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോണുകൾ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യാവുന്നതാണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ നാളത്തേക്കുള്ള പ്ലാൻ എന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലെ പ്രധാന റെസിസ്റ്റൻസ് സോൺ ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് സോണായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പം സ്ട്രോങ് ആയ റെസിസ്റ്റന്റ് അതുപോലെ സപ്പോർട്ട് സോണുകളാണ് ഈ തിക്ക് ലൈനിൽ ഞാൻ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്താറ്. അപ്പോൾ ആ തരത്തിൽ ആദ്യമായി ലഭിക്കേണ്ടുന്ന പ്രധാന റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 46,800 എന്ന ലെവൽ തന്നെയാണ്, അതായത് ഇന്നത്തെ ഹൈ തന്നെ. അതുപോലെ തന്നെ പ്രധാന സപ്പോർട്ട് സോണായി 46,373 എന്ന ലെവലും കണക്കാക്കുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് ഇത്രമാത്രമാണ് മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റി തന്നിട്ടുള്ളത്. ഒരു 250 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഇന്ന് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് ഫീൽ ചെയ്താൽ, പ്രത്യേകിച്ചും ഈ ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് എല്ലാം നല്ല മൂവിംഗ് റേഞ്ചുള്ള ഇൻഡെക്സുകൾ ആയതുകൊണ്ട് ഒരു 15 മിനിറ്റിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഡിക്കേഷൻ ആണ് ആ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ പാറ്റേണുകൾ തന്നാൽ ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ മാത്രം ഒരു കോൾ ഓപ്ഷൻ വാങ്ങി ഡേയ്സ് ലോ അല്ലെങ്കിൽ ഈ ലെവൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുക. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അഥവാ ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഒരു ട്രെൻഡ് ഫോം ചെയ്യാൻ വേണ്ടി ഈ ലെവലിന് മുകളിൽ 46,799 എന്ന് പറയുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് സോണിന് മുകളിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിൽ അപ്പോൾ 1 മിനിറ്റ് 5 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോൾ ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കോൾ ഓപ്ഷൻ വാങ്ങിക്കൊണ്ട്. അപ്പോൾ നൽകേണ്ട സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഡേയ്സ് ലോ ആണ്, അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. അപ്പോൾ കോൾ ഓപ്ഷൻ വാങ്ങിയാൽ പോലും തുടർന്ന് ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. അതിന് മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം ട്രെൻഡ് അപ്വേർഡ് ആയിരിക്കും എന്ന് കണക്കാക്കാം. എന്നാൽ ഇവിടെ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ കാണിക്കുന്നെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ് ട്രെൻഡ് ഡിക്ലൈൻ ആയിരിക്കാം എന്നുള്ള ഒരു ഊഹം തരുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിക്കുന്നുവെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ട് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് തൊട്ട് താഴെ ചേർക്കുന്നത് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തതായി സെൻസെക്സ് എന്താണ് നമുക്ക് നാളെ പ്ലാൻ ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം. സെൻസെക്സിലും ഇന്ന് അതേ രീതിയിൽ തന്നെ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് മൂവ്മെന്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സെൻസെക്സിൽ മാത്രം ഒരു ട്രേഡ് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. വൃത്തിയായ സാമാന്യം റേഞ്ചുള്ള ഒരു ടാർഗറ്റുള്ള ഒരു ട്രേഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻസെക്സിൽ 72,714 എന്ന ഇന്നത്തെ ഉയരം ലെവലാണ് റെസിസ്റ്റൻസ് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്, ആദ്യത്തെ പ്രധാന റെസിസ്റ്റൻസ് സോണായിട്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ലോ ആണ് ആദ്യത്തെ പ്രധാന സപ്പോർട്ട് സോണായും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നാളെ ഇവിടെ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെൻസെക്സിനും ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ പാറ്റേൺ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ വാങ്ങി അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ഈ ലെവലിന് മുകളിൽ, അതായത് ആദ്യത്തെ റെസിസ്റ്റൻസ് സോണായി രേഖപ്പെടുത്തിയിരിക്കുന്ന
ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ മാത്രമാണ് ഞാൻ അപ്വേർഡ് ഡയറക്ഷൻ ആണ് എന്ന് കണക്കാക്കുകയും വീണ്ടും കിട്ടാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്യുമ്പോൾ കോൾ ഓപ്ഷൻ വാങ്ങി തുടർന്ന് അപ്വേർഡ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യുക. ഇവിടെ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്നത് എങ്കിലും ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങിക്കൊണ്ട് അതുവരെ നൽകിയ ഡേയ്സ് ഹൈ ഓർ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ലഭിക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. വീണ്ടും ഇതേപോലെ ഒരു ഉയരം കിട്ടുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്ന പക്ഷം ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. അപ്പോൾ ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിനും താഴെ ക്ലോസ് ആകുമ്പോൾ ഇതേ ഡയറക്ഷനിലോട്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്നാണ് കണക്കാക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ എൻ്റെ വ്യൂ എന്താണ് എന്ന് എല്ലാ ദിവസവും തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് അത്തരത്തിൽപ്പെട്ട വ്യൂ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ പുതുതായി കടന്നു വന്നിട്ടുള്ളവർക്ക് ഒരു ഡയറക്ഷൻ ലഭിക്കുകയും അല്ലെങ്കിൽ ട്രേഡ് എങ്ങനെ എടുക്കുന്നു മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ നിങ്ങൾക്കും താല്പര്യമുള്ളവർക്ക് ഈ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ട്രേഡ് എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നതൊക്കെ സാധ്യമാകും വിധം വിശദീകരിക്കാറുണ്ട്. പുതുതായി കടന്നു പോകുന്നവർക്ക് അത് ട്രേഡിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു സഹായമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. താല്പര്യമുള്ളവർ തീർച്ചയായും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എന്നിവ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നാളെ വൈകുന്നേരം കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. താങ്ക് യു.